അപ്പൊ ആദം നബീനൊപ്പം ഇബ്ലീസ് പേപ്പിച്ചോ? അപ്പൊ ആദം നബി തെറ്റ് ചെയ്തോ എന്നുള്ളതാണ്. ആദം നബി ഇസ്ലാമിനെ ഷെയ്ത്താൻ പേപ്പിച്ചോ? അപ്പൊ ഞാൻ ഈ ദിക്റൊക്കെ ജില്ല ഷെയ്ത്താൻ കൊണ്ട് അടുക്കൂല എന്നൊക്കെ പറഞ്ഞില്ലേ, പിന്നെ എങ്ങനെ ഷെയ്ത്താൻ ആരെ പേപ്പിച്ചത്? ആദം നബി എന്നല്ല, ഒരു നബിയും തെറ്റിയില്ല എന്നാണ്, മഅ്സൂമുകളാണെന്ന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആക്കിയത്. ഇമാമിങ്ങളൊക്കെ പറഞ്ഞതാണ്. എല്ലാ അമ്പിയാക്കന്മാരും മഅ്സൂമുകളാണ്, പാപ സുരക്ഷിതമുള്ള ആളുകൾ, അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേക കാവലുള്ളവരാണെന്നാണ് അയിമത്ത് പറയുന്നത്. റാസി ഇമാമൊക്കെ ഒരു കിതാബൻ ഉണ്ടാക്കിയാണ്, ഇസ്മത്തുൽ അംബിയാവ്. അപ്പൊ ഈ അമ്പിയാക്കന്മാർ തെറ്റ് ചെയ്തു എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന ചില പ്രയോഗങ്ങളൊക്കെ ഖുർആനിലുണ്ട്. അതിനൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അസാ ആദമു റബ്ബഹു ഫഗവ എന്നാണ് സൂറത്ത് ത്വാഹയിൽ പറഞ്ഞത്. ആദം നബി അള്ളാഹ്ക്ക് എതിര് ചെയ്തു, പേച്ചു പോയി. ഇവിടെ നമ്മളിങ്ങനെ പറയാൻ നിൽക്കണം, ആദം നബി കടക്കം തെറ്റ് പറ്റിയില്ലേ, പിന്നെപ്പം ഉണ്ടോ? ഇങ്ങനെയൊക്കെയാണ് ആളുകൾ പറയുന്നത്. അതൊന്നും ഒരിക്കലും പറയരുത്. പറയില്ലേ, നമുക്ക് കേട്ടില്ലേ, ആദം നബിക്ക് ഒരേ തെറ്റ് പറ്റില്ല, അമ്പിയാക്കന്മാർ തെറ്റ് ചെയ്യില്ല. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബിയും ആദം നബിയും തമ്മിലൊരു സംവാദം നടന്നു എന്നാണ്. മൂസാ നബി ആദം നബിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആദമല്ലേ ചോദിച്ചു? ആണ്. സ്വർഗത്തിൽ? സ്വർഗത്തിലേരി. പിന്നെ നിങ്ങൾ ആ പയം തിന്നോണ്ടല്ലോ ഇപ്പൊ ഈ കട്ടക്കാലം പിടിച്ച ദുനിയാവ് ഞങ്ങളൊക്കെ പാടെ പോരേണ്ടി വന്നത്, നിങ്ങൾക്ക് തിന്നാതെന്നോടേനെന്ന് മൂസാ നബി ആദം നബിനോട് ചോദിച്ചു. ആദം നബി പറയാണ്, നിങ്ങൾ മൂസല്ലേ? അതെ. തൗറാത്ത് നിങ്ങൾക്കല്ലേ തന്നത്? ആണ്. ആ തൗറാത്തിൽ അത് പറഞ്ഞോ ചോദിച്ചു. പറഞ്ഞു. എന്നാ എന്നെ സൃഷ്ടിക്കണതിന് 40 കൊല്ലം മുമ്പ് എഴുതിയതാണ് തൗറാത്ത്. ഫബുഹിത്ത മൂസാ നബിയോട് ഉത്തരം മുട്ടി എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പൊ അതാണ് നിങ്ങൾ പറഞ്ഞത്, അള്ളാന്റെ ഒരു നിശ്ചയമാണ്. അള്ളാഹ് ആദ്യം പറഞ്ഞത് എന്താണ്? ഭൂമിയിലേക്ക് ഞാനൊരു പ്രതിനിധിനെ ഉണ്ടാക്കണം എന്നല്ല പറഞ്ഞത്, സ്വർഗത്തേക്കാണ് പറഞ്ഞത്. ഭൂമിക്കാണ്. ആ ഭൂമിക്ക് വേറൊരു കാരണം വേണ്ടേ? സ്വർഗത്തിൽ പഠിച്ചു വെച്ചുകൊണ്ട് എന്നാ ആദ്യം ഭൂമിയിൽ സൃഷ്ടിച്ചാൽ പോരേനോ? പോയാമോ? പോരാ. സ്വർഗത്തു നിന്നാണ് നമ്മൾ വന്നത്, നമ്മൾ തിരിച്ചറിയണം. നമ്മളെ തറവാടതാണ്, അങ്ങോട്ട് തന്നെ പോകണം. നമ്മളെ കടന്നു പോകുന്നതാണേ, അവിടേക്ക് തന്നെ തിരിച്ചു പോകണം. അതിന്റെ പരിഹാരമാണ് പിന്നെ പറഞ്ഞത്. തൗറാത്ത് എഴുതി വെച്ചാണ്, ഇറക്കിയെന്നല്ല. അപ്പൊ അത് അള്ളാന്റെ ഒരു അലംഘനീയമായ നിശ്ചയമാണ്. ചില മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞത് അത് തിന്നാനുള്ളൊരു ഇൽഹാം അത് അങ്ങോട്ട് കൊടുത്തു എന്നാണ്. ആദ്യം നബി വേണ്ട പയ തിന്നുള്ളൂ, നമ്മളൊക്കെ ആണെങ്കിൽ ആ മരടടക്കം തിന്നുമായിരുന്നു മറുപടി കൊടുത്തലുണ്ട്. അങ്ങനത്തെ ഒരു ഇൽഹാം അല്ലാണ്ട് തോന്നിപ്പിച്ചതാണെന്ന്. ഏതായാലും ആ ചോദ്യത്തിൽ നിങ്ങൾ കൂടണ്ട. മൂസാ നബി ഉത്തരം മുട്ടിച്ചു. ആരാ മറുപടി കേട്ടിട്ട്? അത് സ്വയം ഹദീസാണ്. ചുരുക്കത്തില് അമ്പിയാക്കന്മാർ തെറ്റൊന്നും ചെയ്യൂല. ആദം നബി തെറ്റിയതൊന്നും നിങ്ങളാരും പറയണ്ട ആരോടും. നേരിട്ട് പറഞ്ഞ ഒരാൾ മൂസാ നബിയാണ്. ആരോട്? ആ പൂതിയാണ് കഴിഞ്ഞാൽ ആർക്ക്? മൂസാ നബിക്ക്.